എൻ്റെ നമസ്കാരം. പല മാനസിക പ്രശ്നങ്ങളിലും നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ട്. ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ എപ്പോഴും കൃത്യമായി മനസ്സിലാക്കണം, അവയെ ടാക്കിൾ ചെയ്യണം, എഴുതി വയ്ക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം അവയെ ഇല്ലാതാക്കണം. സാധാരണഗതിയിൽ വളരെ മോശമായ നെഗറ്റീവ് ചിന്തകളെ വരെ നമ്മൾ കൃത്യമായി എഴുതി അതിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടിരുന്നാൽ, കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ടിരുന്നാൽ പല നെഗറ്റീവ് ചിന്തകളും നമ്മെ വിട്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പാനിക് ഡിസോർഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം ശരിയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ചോദ്യങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്ക് തന്നെ അത് ക്രിയേറ്റീവ്ലി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, കൂടെ ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. നെഗറ്റീവ് ചിന്തകൾ പല രീതിയിലാവാം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക്, പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് ശാരീരികമായി എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ, ഞാൻ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ കൊലപാതകം ചെയ്യുമോ, കുട്ടികളെ കയ്യിൽ നിന്നും താഴെയിടുമോ, അടുത്തുള്ള കുട്ടിയെ ഉപദ്രവിക്കുമോ, റോഡിലൂടെ പോകുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ഞാൻ എടുത്തു ചാടുമോ, അതല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്ന ആൾ, അതായത് ബസ്സിലോ കാറിലോ പോകുന്ന ആൾ പെട്ടെന്ന് ഡോറിലൂടെ പുറത്തേക്ക് ചാടുമോ എന്നുള്ള തരത്തിലുള്ള ചിന്തകളെല്ലാം സാധാരണഗതിയിൽ ആങ്സൈറ്റി ഡിസോർഡർ അനുഭവിക്കുന്നവർക്ക് വരാറുണ്ട്. അത് അതിൻ്റെ ഭാഗമാണ്. ആങ്സൈറ്റി പാനിക് ഡിസോർഡർ വരുന്നതിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ ചിന്തകളെല്ലാം. യാഥാർത്ഥ്യത്തിൽ ഇതൊന്നും ശരിയല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അത് പേടിയാണ്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം? ഏത് തരം ചോദ്യങ്ങൾ, ഏത് തരം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നാലും നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ആ വന്ന ചോദ്യത്തിൻ്റെ ഇതെല്ലാം ഒന്ന് എഴുതി വെച്ചോളൂ, ഗുണകരമാകും. നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചോളൂ. ചോദ്യം നമ്പർ 1, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇത് റാഷണലി, അതായത് അടിസ്ഥാനമുള്ളതാണോ, ലോജിക്കാണോ, ഇതിൻ്റെ പോസിറ്റീവ് വശം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി എഴുതി വെക്കണം. എന്താണോ നെഗറ്റീവ് ചിന്ത, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ചിന്ത എഴുതുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് റാഷണൽ ആണോ, അടിസ്ഥാനമുള്ളതാണോ, ലോജിക്കലാണോ, സയൻറ്റിഫിക് ആണോ, ഇത് പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് വശം എന്താണ് എന്നുള്ളത് എഴുതി വയ്ക്കാം. ഈ ചിന്തയുടെ ഏറ്റവും താഴെത്തട്ടിലേക്ക് പോകുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ള എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതായത് എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മൾ എഴുതേണ്ടത് ലോജിക്കലി റാഷണലി നമ്മളത് ഇല്ല എന്ന് എഴുതുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അങ്ങേയറ്റം പോയി ഇനിയിപ്പോൾ ക്യാൻസർ വന്നാൽ എന്താ സംഭവിക്കുക, അത് കൃത്യമായി ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യണം, റേഡിയേഷൻ തെറാപ്പി ചെയ്യണം, മിക്കവാറും എല്ലാ ക്യാൻസറുകളും ഈ കാലഘട്ടത്തിൽ മാറാറുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം എക്സ്ട്രീമായി ചിന്തിച്ച് അതും ചോദ്യങ്ങളുടെ രൂപത്തിൽ എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വളരെ മോശം സാഹചര്യം സംജാതമായാൽ നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നല്ല, എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ചോദ്യം. ഈ പറഞ്ഞ ചിന്തയ്ക്ക്, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന നെഗറ്റീവ് ചിന്തയ്ക്ക് അടിസ്ഥാനമായി എന്തൊക്കെ ആധാരങ്ങളുണ്ട്, എന്തൊക്കെ അടിസ്ഥാനങ്ങളുണ്ട്, അതിൻ്റെ ഫാക്റ്റ് എന്താണ്, അതിൻ്റെ ഡാറ്റ എന്താണ് എന്ന് എഴുതി ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഡാറ്റ കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്തത്, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് സ്വയം ചോദിക്കുക, അത് എഴുതി വയ്ക്കുക. ഈ വന്ന നെഗറ്റീവ് ചിന്ത വരുന്ന സാഹചര്യത്തെ, അല്ലെങ്കിൽ ആ ചിന്ത ഉണ്ടാവുന്ന അതിൻ്റെതായ സാഹചര്യത്തെ വേറെ രീതിയിൽ എങ്ങനെ നോക്കിക്കാണും? ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ മാനസികാവസ്ഥയിൽ എങ്ങനെ നോക്കിക്കാണാം, ഒരു 70 വയസ്സുള്ള വൃദ്ധൻ്റെ മാനസികാവസ്ഥയിൽ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളത് എഴുതി വയ്ക്കുക. ഈ പറഞ്ഞ സാഹചര്യം സംഭവിക്കുകയാണെങ്കിൽ, ഈ വന്ന നെഗറ്റീവ് തോട്ടിന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഞാൻ എങ്ങനെ ലോജിക്കലി കൈകാര്യം ചെയ്യാം എന്നുള്ളത് എഴുതി വയ്ക്കാം. ഇതേ സാഹചര്യം അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചാൽ അവരോട് ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് മറുപടി പറയും എന്നുള്ളത് എഴുതി വയ്ക്കാം. ഇതേ സാഹചര്യത്തിൽ എൻ്റെ കൂട്ടുകാർ ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ അവരെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കും എന്നും എഴുതി വയ്ക്കാം. ഇതെല്ലാം വിവിധ വീക്ഷണകോണുകളാണ്.
കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടിയായി ഈ നെഗറ്റീവ് ചിന്തയുടെ ഓപ്പോസിറ്റായി അതേ പുസ്തകത്തിൽ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകളെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമുക്ക് മനസ്സിലാവും ഇതൊന്നും റാഷണൽ അല്ല, അടിസ്ഥാനമുള്ളതല്ല, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുകയും പിന്നീട് ആ ചിന്ത നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും എന്നർത്ഥം. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.